Hi, I'm Shamir. Learn English through conversation. If you want to speak English, you have to do two things. Listen again and again. Try to say what you heard. You don't have to learn all the grammar rules. Even if you learn all the grammar rules, you will not be able to speak English. If you want to speak English, you must practice. Unless you practice, you cannot speak English. Please watch the video till the end. Definitely this video will help you to learn English. ക്യാൻ യു ഹെൽപ്പ് മീ? നിനക്ക് എന്നെ സഹായിക്കാമോ? യെസ്, അതെ. ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു? ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ? യെസ്, അതെ. ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഞാൻ വളരെ ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കും. ഹൗ വാസ് യുവർ ഡേ? നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇറ്റ് വാസ് ബിസി. തിരക്കുള്ള ദിവസമായിരുന്നു. പക്ഷേ പ്രൊഡക്റ്റീവ്. പ്രൊഡക്റ്റീവ് എന്നാൽ സമൃദ്ധമായ എന്നുള്ള അർത്ഥമാണ്. സമൃദ്ധമായ ദിവസമായിരുന്നു. ഡു യു ഹാവ് എനി സിബിലിങ്സ്? നിനക്ക് കൂടപ്പിറപ്പുകൾ ആയി ആരെങ്കിലും ഉണ്ടോ? യെസ്, അതെ. ഐ ഹാവ് 2 സിസ്റ്റേഴ്സ്. എനിക്ക് 2 സഹോദരിമാർ ഉണ്ട്. വേർ ആർ യു ഫ്രം? നിങ്ങൾ എവിടെ നിന്നാണ്? ഐ ആം ഫ്രം ഓസ്ട്രേലിയ. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഡു യു ലിവ് ഇൻ യുവർ ഓൺ ഹൗസ്? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലാണോ താമസിക്കുന്നത്? യെസ്, അതെ. ഐ ഓൺ എ സ്മോൾ ഹൗസ്. എനിക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ വീടുണ്ട്. ഹൗ മച്ച് ഈസ് ദ റെൻറ്റ്? വാടക എത്രയാണ്? ദ റെൻറ്റ് ഈസ് $1,200 എ മന്ത്. വാടക ഒരു മാസത്തിന് $1,200 ആണ്. വാട്ട് ഈസ് യുവർ വെയ്റ്റ്? നിങ്ങളുടെ ഭാരം എത്രയാണ്? ഐ വെയ് 145 പൗണ്ട്സ്. 145 പൗണ്ടാണ് എൻ്റെ ഭാരം. ഡു യു ഹാവ് എനി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? നിനക്ക് സഹോദരന്മാരോ സഹോദരികളോ ഉണ്ടോ? യെസ്, അതെ. ഐ ഹാവ് 3 ബ്രദേഴ്സ്. എനിക്ക് 3 സഹോദരന്മാർ ഉണ്ട്. ഹൗ ടോൾ ആർ യു? നിനക്ക് എത്ര ഉയരമുണ്ട്? ഐ ആം 5'8". ആർ യു മാരീഡ്? നീ വിവാഹിതയാണോ? നോ, അല്ല. ഐ ആം നോട്ട്. ഞാൻ വിവാഹിതയല്ല. ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? നിനക്ക് എത്ര കുട്ടികൾ ഉണ്ട്? ഐ ഡോണ്ട് ഹാവ് എനി ചിൽഡ്രൻ. എനിക്ക് കുട്ടികൾ ഇല്ല. ഹൗ ഡിഡ് യു ലേൺ ടു കുക്ക്? നീ എങ്ങനെയാണ് പാചകം ചെയ്യാൻ പഠിച്ചത്? ഐ ലേൺഡ് വിത്ത് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ചേർന്നാണ് പാചകം ചെയ്യാൻ പഠിച്ചത്. ഡു യു ലൈക്ക് റീഡിംഗ്? നിനക്ക് വായന ഇഷ്ടമാണോ? യെസ്, അതെ. ഐ ലൈക്ക് റീഡിംഗ്. എനിക്ക് വായന ഇഷ്ടമാണ്. വിച്ച് എനിമൽ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ്? ദ എനിമൽ ഐ ലൈക്ക് ദ മോസ്റ്റ് ഈസ് ദ ടൈഗർ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കടുവയെയാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പെറ്റ്? നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വളർത്തുമൃഗം ഏതാണ്? ഡോഗ്സ് ആർ മൈ ഫേവറേറ്റ് പെറ്റ്സ്. നായകളാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വളർത്തുമൃഗങ്ങൾ. ഡു യു ഹാവ് എനി പെറ്റ്സ്? നിനക്ക് ഏതെങ്കിലും വളർത്തുമൃഗങ്ങൾ ഉണ്ടോ? യെസ്, ഐ ഡു. അതെ, എനിക്ക് ഉണ്ട്. ഐ ഡു എന്നാൽ ഇവിടെ ഉണ്ട് എന്ന് എൻഫസൈസ്, അതായത് ഊന്നി പറയുകയാണ്. ഓക്കെ. ഇറ്റ് ഈസ് ആക്ച്വലി എ ഡോഗ്. അത് യഥാർത്ഥത്തിൽ ഒരു നായയാണ്. വാട്ട് ടൈം ഡു യു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്? രാവിലെ എത്ര മണി സമയത്താണ് നീ എഴുന്നേൽക്കൽ? ഗെറ്റപ്പ് എന്നാൽ എഴുന്നേൽക്കുക. വേക്കപ്പ് എന്നാൽ ഉറക്കമുണരുക. ഐ ഗെറ്റപ്പ് അറ്റ് 5 ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ 5 മണിക്കാണ് എഴുന്നേൽക്കാറ്. വാട്ട് ടൈം ഡു യു ഗോ ടു വർക്ക് എവരി മോർണിംഗ്? എല്ലാ ദിവസവും രാവിലെ നീ എത്ര മണി സമയത്താണ് ജോലിക്ക് പോകാറ്? ഐ ഗോ ടു വർക്ക് അറ്റ് 8:30 എവരി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 8:30 ജോലിക്ക് പോകാറ്. ഹൂ ഡു യു ലവ് മോസ്റ്റ് ഇൻ യുവർ ഫാമിലി? നിൻ്റെ കുടുംബത്തിലെ ആരെയാണ് നീ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്? ഐ ഈക്വലി ലവ് എവരി വൺ ഇൻ മൈ ഫാമിലി. ഞാൻ എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ഡസ് യുവർ ഫ്രണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്? നിൻ്റെ സുഹൃത്ത് ഇംഗ്ലീഷ് സംസാരിക്കുമോ? യെസ്, അതെ. ഹീ ഡസ്. അവൻ
സംസാരിക്കാറുണ്ട്. ഹി ഡസ് എന്നാൽ അവൻ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഹീ സ്പീക്സ് ഇംഗ്ലീഷ് പെർഫെക്റ്റ്ലി. അവൻ വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. വേർ യു ബോൺ? നീ എവിടെയാണ് ജനിച്ചത്? ഐ വാസ് ബോൺ ഇൻ എ ലിറ്റിൽ ടൗൺ നോട്ട് ഫാർ ഫ്രം ഹിയർ. ഞാൻ ഒരു ചെറിയ പട്ടണത്തിലാണ് ജനിച്ചത്, ഇവിടെ നിന്നും ഒരുപാട് ദൂരെയല്ല. വേർ യു ഇൻ ഏപ്രിൽ ലാസ്റ്റ് ഇയർ? കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ നീ എവിടെയായിരുന്നു? ഐ വാസ് ഇൻ ദ ഹോസ്പിറ്റൽ ഡ്യൂറിങ് ദ മന്ത് ഓഫ് ഏപ്രിൽ. ഏപ്രിൽ മാസം ഞാൻ ഹോസ്പിറ്റലിൽ ആയിരുന്നു. ഡ്യൂറിങ് എന്നാൽ ആ കാലത്ത് എന്നുള്ള അർത്ഥമാണ്. ഏപ്രിൽ മാസത്തിൽ ആ കാലത്ത് എന്ന് കാണിക്കാനാണ് ഡ്യൂറിങ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. വേർ യു ഡ്യൂറിങ് ദ മന്ത് ഓഫ് ജൂലൈ? ജൂലൈ മാസത്തിൽ നീ എവിടെയായിരുന്നു? ഐ ഡോണ്ട് റിമെമ്പർ വേർ ഐ വാസ്. ഞാൻ എവിടെ ആയിരുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ എന്നാൽ ഞാൻ ഓർമ്മിക്കുന്നില്ല. വേർ ഐ വാസ് ഞാൻ എവിടെയായിരുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുന്നില്ല. വേർ വിൽ യു ബി നെക്സ്റ്റ് ഇയർ അറ്റ് ദിസ് ടൈം? അടുത്ത വർഷം ഈ സമയത്ത് നീ എവിടെയായിരിക്കും? വേർ വിൽ യു ബി എന്നാൽ നീ എവിടെയായിരിക്കും. നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം, അറ്റ് ദിസ് ടൈം ഈ സമയത്ത്. ഐ റിയലി ഡോണ്ട് നോ മേ ബി ഐ വിൽ ബി ഹിയർ. ഐ റിയലി ഡോണ്ട് നോ എനിക്ക് യഥാർത്ഥത്തിൽ അറിയുകയില്ല. മേ ബി ഒരു പക്ഷേ, ഐ വിൽ ബി ഹിയർ ഞാൻ ഇവിടെ ആയേക്കാം. ഐ വിൽ ബി ഹിയർ എന്നാൽ ഞാൻ ഇവിടെ ആകും എന്നുള്ള അർത്ഥമാണ്. മേ ബി ഐ വിൽ ബി ഹിയർ ഞാൻ ഇവിടെ ആയേക്കാം, സാധ്യത പറയുകയാണ്, അതാണ് മേ ബി. വാട്ട് ഈസ് ദ ഡേറ്റ് ടുഡേ? ഇന്ന് എത്രയാണ് തീയതി? ഐ ഡോണ്ട് നോ ദ എക്സാക്റ്റ് ഡേറ്റ്. കൃത്യമായിട്ടുള്ള തീയതി എനിക്ക് അറിയുകയില്ല. ഐ ഡോണ്ട് ഹാവ് എ കലണ്ടർ. എൻ്റെ അടുത്ത് ഒരു കലണ്ടർ ഇല്ല. വുഡൻറ്റ് യു ലൈക്ക് സം കോഫി? കുറച്ച് കോഫി കുടിക്കാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ, താല്പര്യപ്പെടുന്നില്ലേ? ഐ വുഡ് റാദർ ഹാവ് സം ടീ ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഞാൻ ചായ കുടിക്കാനാണ് താല്പര്യപ്പെടുന്നത്. കോഫിയേക്കാൾ ഞാൻ ചായ കുടിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്നാൽ നിനക്ക് വിരോധമില്ലെങ്കിൽ എന്താണ്, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്താണ്, ഞാൻ കോഫിയിലുപരി ചായ കുടിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഡു യു നോ എനി ഓഫ് ദോസ് പീപ്പിൾ ഓവർ ദർ? അവിടെയുള്ള ഏതെങ്കിലും ആളുകളെ നീ അറിയുമോ? സെവറൽ ഓഫ് ദം ലുക്ക് ഫെമിലിയർ. ഒരുപാട് പേരെ കണ്ടിട്ട് പരിചയമുള്ളതായിട്ട് തോന്നുന്നുണ്ട്, അങ്ങനെയാണ് തോന്നുന്നത്. സെവറൽ ഓഫ് ദം എന്നാൽ അവരിൽ ഒരുപാട് പേരെ. ലുക്ക് ഫെമിലിയർ എന്താണ്, ഫെമിലിയർ എന്നാൽ പരിചയമുള്ള എന്നുള്ള അർത്ഥമാണ്. ഒരുപാട് ആളുകൾ എന്താണ്, പരിചയമുള്ളവരാണ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? നീ എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ഐ ഡോണ്ട് നോ എനിക്ക് അറിയുകയില്ല. ഇറ്റ് ഡസിൻറ്റ് മാറ്റർ ടു മീ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഐ ആം റീഡിങ് എ ബുക്ക്. ഞാൻ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഐ ആം നോട്ട് ഡൂയിങ് എനിത്തിങ് റൈറ്റ് നൗ. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. വേർ ഈസ് യുവർ സിസ്റ്റർ നൗ? നിന്റെ സഹോദരി ഇപ്പോൾ എവിടെയാണ്? ഷീ ഈസ് ടോക്കിംഗ് വിത്ത് എ ഫ്രണ്ട് ഓഫ് ഹേഴ്സ് ഓവർ ദർ. അവൾ അവളുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വേർ യു അറ്റ് ഹോം യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ? നീ ഇന്നലെ ഉച്ചതിരിഞ്ഞ് വീട്ടിൽ ആയിരുന്നോ? യെസ് അതെ, ഐ വാസ് ഞാൻ വീട്ടിലായിരുന്നു. ഐ വാസ് അറ്റ് ഹോം ഓൾ ഡേ യെസ്റ്റർഡേ. ഇന്നലെ മുഴുവൻ ഞാൻ വീട്ടിലായിരുന്നു. വേർ യു അറ്റ് ദ ഡോക്ടേഴ്സ് ഓഫീസ് യെസ്റ്റർഡേ? നീ ഇന്നലെ ഡോക്ടറുടെ ഓഫീസിൽ ആയിരുന്നോ? യെസ് ഐ വാസ്. അതെ ഞാൻ ആയിരുന്നു. ഐ വെൻറ്റ് ടു ഹിസ് ഓഫീസ് അറ്റ് അബൌട്ട് 4. ഐ വെൻറ്റ് ടു ഹിസ് ഓഫീസ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോയി. അറ്റ് അബൌട്ട് 4 ഏകദേശം 4 മണി സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോയി. വാട്ട് വാസ് ഹി ഡൂയിങ് വെൻ യു സോ ഹിം? നീ അവനെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഐ ബിലീവ് ഹി വാസ് റൈറ്റിംഗ് ലെറ്റേഴ്സ്. ഞാൻ കരുതുന്നു അവൻ കത്തുകൾ എഴുതുകയായിരുന്നു എന്ന്. വേർ യു ഗോയിങ് വെൻ ഐ കോൾഡ് യു? നിന്നെ ഞാൻ വിളിച്ചപ്പോൾ നീ എവിടേക്ക് പോകുകയായിരുന്നു? ഐ വാസ് ഗോയിങ് ഔട്ട് ടു ദ മൂവീസ്.
ഞാൻ സിനിമകൾ കാണാൻ പോകുകയായിരുന്നു. ഹൗ ഡു യു കം ടു ക്ലാസ്? നീ ക്ലാസ്സിലേക്ക് എങ്ങനെയാണ് വരാറ്? ഐ കം ടു ക്ലാസ് ബൈ കാർ. ഞാൻ കാറിലാണ് ക്ലാസ്സിലേക്ക് വരാറ്. ഹൗ ഡു യു സ്റ്റഡി ഇംഗ്ലീഷ്? നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഐ സ്റ്റഡി ഇംഗ്ലീഷ് ഡീപ്ലി. ഡീപ്ലി എന്നാൽ ആഴത്തിൽ, ഗഹനമായി. ഞാൻ ഗഹനമായിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. വുഡ് യു ഗിവ് മീ എ ഹാൻഡ്? ഗിവ് ഹാൻഡ് എന്നാൽ ഇവിടെ സഹായിക്കുക എന്നുള്ള അർത്ഥമാണ്. എന്നെ സഹായിക്കാമോ എന്നുള്ള അർത്ഥമാണ്. എന്നെ സഹായിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് യു വിത്ത്? എങ്ങനെയാണ്, എന്ത് സഹായമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഹാവ് യു ചെക്ക്ഡ് യുവർ ഫീവർ? നീ നിൻ്റെ പനി പരിശോധിച്ചിട്ടുണ്ടോ? ഐ ഹാവ് യെറ്റ്. ഇതുവരെ ഇല്ല. ഐ ഹാവിൻ്റെ യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല, ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ബട്ട് പക്ഷേ, ഐ ഡു ഫീൽ എ ബിറ്റ് ഫീവരിഷ്. എനിക്ക് അല്പം പനിക്കോള്, അല്പം ജ്വരം തോന്നുന്നുണ്ട്. ഇളംപനി എന്നൊക്കെ അർത്ഥമാണ് ഫീവരിഷ്. എനിക്ക് അല്പം ഇളംപനി അനുഭവപ്പെടുന്നുണ്ട്. ഹൗ ഡു യു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്? നീ എങ്ങനെയാണ് നിൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുന്നത്? ഐ ഡു ആസ് മൈ ടീച്ചർ സേസ് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. ഐ ഡു ഞാൻ ചെയ്യുന്നു. ആസ് മൈ ടീച്ചർ സേസ് എൻ്റെ ടീച്ചർ പറയുന്ന പോലെ. ആസ് എന്ന പോലെ എന്നുള്ള അർത്ഥമാണ്. എൻ്റെ ടീച്ചർ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്നു. ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ വേണ്ടി എൻ്റെ ടീച്ചർ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്നു. വാട്ട് ഡു യു ഡു വെൻ യു ഫീൽ ടയേർഡ്? നിനക്ക് ക്ഷീണം തോന്നുമ്പോൾ നീ എന്താണ് ചെയ്യാറ്? ഐ ലൈ ഡൗൺ ഇൻ ബെഡ് ആൻഡ് ലിസൺ ടു മ്യൂസിക്. ഞാൻ കട്ടിലിൽ കിടന്നുകൊണ്ട് പാട്ട് കേൾക്കും. ഹൂസ് മണി ഈസ് ദാറ്റ്? അത് ആരുടെ പണമാണ്? ഐ ഡോണ്ട് നോ ഹൂസ് മണി ദാറ്റ് ഈസ്. എനിക്കറിയില്ല അത് ആരുടെ പണമാണെന്ന്. ഹൂ ഡു യു ലവ്? നീ ആരെയാണ് സ്നേഹിക്കുന്നത്? ഐ ലവ് എവരി വൺ. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. ആർ യു റെഡി ഫോർ ടുമോറോ? നീ നാളത്തേക്ക് റെഡിയാണോ, തയ്യാറാണോ? നോ അല്ല, നോട്ട് യെറ്റ്. ഇതുവരെ ഇല്ല, ഇതുവരെ തയ്യാറായിട്ടില്ല. മേ ഐ റീഡ് യുവർ ബുക്ക്? ഞാൻ നിൻ്റെ പുസ്തകം വായിച്ചോട്ടെ? യെസ് അതെ. യു ക്യാൻ റീഡ് മൈ ബുക്ക്. നിനക്ക് എൻ്റെ പുസ്തകം വായിക്കാം. മേ ഐ പ്രാക്ടീസ് ഇംഗ്ലീഷ് വിത്ത് യു? ഞാൻ നിൻ്റെ കൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തോട്ടെ? യെസ് അതെ. യു ക്യാൻ പ്രാക്ടീസ്. നിനക്ക് എൻ്റെ കൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം. ഐ ആം ഫ്രീ. ഞാൻ ഫ്രീ ആണ്. ഐ ഹാവ് നത്തിങ് ടു ഡു. എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഐ ഹാവ് നത്തിങ് ടു ഡു എന്നാൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല. വേർ ഈസ് യുവർ മദർ? നിൻ്റെ അമ്മ എവിടെയാണ്? ഷീ ഈസ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ. അവൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേർ ആർ യു വർക്കിംഗ് നൗ? നീ ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഐ ആം വർക്കിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ്. ഞാൻ ഒരു ഭക്ഷണശാലയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ യുവർ ഫാമിലി? നിൻ്റെ കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ട്? ദർ ആർ 5 പീപ്പിൾ ഇൻ മൈ ഫാമിലി. എൻ്റെ കുടുംബത്തിൽ 5 ആളുകളാണ്. മൈ ഫാദർ എൻ്റെ അച്ഛൻ, മദർ അമ്മ, ബ്രദർ സഹോദരൻ, സിസ്റ്റർ സഹോദരി, ആൻഡ് മീ ഞാനും. എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഞാനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. വാട്ട് ഡസ് യുവർ ഫാദർ ഡു? നിൻ്റെ അച്ഛൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അച്ഛന് എന്താണ് ജോലി? ഇതൊക്കെയാണ് അർത്ഥം. മൈ ഫാദർ ഈസ് എ ഡോക്ടർ. എൻ്റെ അച്ഛൻ ഒരു ഡോക്ടറാണ്. ഹി വർക്ക്സ് അറ്റ് ദ ലോക്കൽ ഹോസ്പിറ്റൽ. ലോക്കൽ എന്നാൽ ഇവിടെ തദ്ദേശത്തെ എന്നുള്ള അർത്ഥമാണ്. നാട്ടിലുള്ള, സ്ഥലത്തുള്ള, ഇതൊക്കെയാണ് അർത്ഥം. അച്ഛൻ സ്ഥലത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോസ്? ഞാൻ ജനലുകൾ തുറക്കുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ? ഷുവർ, തീർച്ചയായും. തീർച്ചയായും നിനക്ക് തുറക്കാം എന്നുള്ള അർത്ഥമാണ്. മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. സൗകര്യപ്രദമാണെന്ന് ഉറപ്പുവരുത്തുക. വാട്ട് ടൈം ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? നീ എത്ര മണി സമയത്താണ് പ്രഭാത ഭക്ഷണം കഴിക്കാറ്? ഇവിടെ ഹാവ് എന്നതിന് കഴിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് വായിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല. ഓക്കെ.
ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM. ഞാൻ രാവിലെ 7 മണിക്കാണ് പ്രഭാത ഭക്ഷണം കഴിക്കാറ്. വാട്ട് ടൈം വിൽ യു ബി ഫ്രീ? ഏത് സമയത്താണ് നീ ഫ്രീ ആവുക? ഐ വിൽ ബി ഫ്രീ അറ്റ് 9:40. ഞാൻ 9:40 ഫ്രീ ആയിരിക്കും. ഹൗ മച്ച് മണി ഡു യു ഹാവ്? എത്ര പണമുണ്ട്? ഐ ഡോണ്ട് ഹാവ് മണി. എൻ്റെ അടുത്ത് പണമില്ല. ഹൂസ് ബുക്ക് ഈസ് ദിസ്? ഇത് ആരുടെ പുസ്തകമാണ്? ദാറ്റ് ഈസ് മൈൻ. അത് എൻ്റെ പുസ്തകമാണ്. വാട്ട് ആർ യു ഗോയിങ് ടു ഡു ടുഡേ? നീ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഐ ആം ഗോയിങ് ടു സീ എ ഡോക്ടർ. ഞാൻ ഒരു ഡോക്ടറെ കാണാൻ പോകുകയാണ്. ദെൻ ഐ ഗോ ടു എ ഫ്രണ്ട്. ശേഷം ഞാൻ സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോകും.